മാനേജ്മെൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് അബുട്ടി ഫൈസി ഉസ്താദിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ITI ഉണ്ട്, മതപരമായ ജൂനിയർ കോളേജുകളുണ്ട്. അൻവാർ അറബിക് കോളേജ് എന്ന പേരിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റെഗുലർ ബാച്ചോട് കൂടെ തന്നെയുള്ള അഫിലിയേറ്റഡ് കോളേജ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റഡ് കോളേജും നമ്മുടെ സ്ഥാപനത്തിനുണ്ട്. അങ്ങനെ ഒട്ടനവധി സ്ഥാപനങ്ങളുള്ള തൻവീറുൽ ഇസ്ലാം അസോസിയേഷൻ്റെ കരുത്തുള്ള നല്ല പ്രവർത്തനക്ഷമതയുള്ള സ്ഥാപനമാണ് അൻവാർ ഇസ്ലാം അൻവാർ ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ കലാലയം കുറച്ചെങ്കിലും അടുത്ത കാലത്തായി ജനമനസ്സുകളിലേക്ക് ചെല്ലാനുണ്ടായ കാരണം മാനേജ്മെൻറ്റിൻ്റെയും അതോടൊപ്പം നമുക്ക് ലഭിച്ച നല്ലൊരു പ്രിൻസിപ്പാളിൻ്റെയും കാരണം കൊണ്ടാണെന്ന് നമുക്ക് പറയേണ്ടതുണ്ട്. അടുത്ത കാലങ്ങളിലായി പ്രിൻസിപ്പലിൻ്റെ കടുലശലിതമായ പ്രവർത്തനമാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ സ്ട്രെങ്ത് കൂട്ടിയത്. KG സെക്ഷനായാലും LPയിലുള്ളയാണെങ്കിലും ഒക്കെ നല്ല നിലവാരത്തോടു കൂടെയുള്ള ഒരു കാഴ്ചവെപ്പ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതുപോലെ സ്ഥാപനത്തിൻ്റെ സ്ഥാപിത കാലം തൊട്ട് SSLCയിൽ എല്ലാ വിദ്യാർത്ഥികളും പരീക്ഷയ്ക്കിരുന്ന് വിജയിക്കുക എന്നുള്ള അത് മുടങ്ങാതെ ഈ 30 വർഷത്തിലുള്ള SSLC ബാച്ചിൽ നമുക്ക് നേടിയെടുക്കാൻ സാധ്യമായി. A+ നേടിയവരും അക്കൂട്ടത്തിനുണ്ട്. പിന്നീട് നമുക്കറിയാം ചുറ്റുഭാഗത്തുള്ള +2 അതിൻ്റെ 3 ഡിവിഷനും നമ്മുടെ സ്കൂളിലുണ്ട്. സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും എല്ലാ വിഭാഗത്തിലും നമ്മുടെ സ്ഥാപനമുണ്ട്. അതിലൊക്കെ നല്ല സ്ട്രെങ്ത്തോടു കൂടെ അൻവാറിൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും റെക്കമെൻഡേഷൻ ലെറ്ററോട് കൂടെ ചേർക്കേണ്ട ആ അവസ്ഥയിലേക്ക് നമ്മുടെ സ്ഥാപനത്തെ പിടിച്ചു കൊണ്ടുപോകുന്നതിന് പ്രത്യേകമായൊരു കാരണക്കാരൻ നമ്മുടെ പ്രിൻസിപ്പൽ തന്നെയാണ്. ഇനി നമുക്ക് ഉയരങ്ങൾ കീഴടക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ സ്ഥാപനം ഏതൊരു വിദ്യാർത്ഥിയും വലിയ കാഴ്ചപ്പാടോട് കൂടെയാണ് സ്ഥാപനത്തിൽ കൊണ്ടുവന്നു വെക്കുന്നത്. LKG എന്ന് പറഞ്ഞാൽ വളർച്ചയുടെ ബേസാണ്. ആ ബേസിൽ നിന്ന് ഉയർന്നുയർന്നു വന്ന് ആ കുട്ടി ഏത് ഭാഗത്തേക്ക് തിരിച്ചുവിടണം, SSLC കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഐച്ഛികമായ വിഷയം ഏതായിരിക്കണം, അതൊക്കെ മനസ്സിലാക്കുന്നതിനുള്ള കഴിവും പ്രാപ്തിയുമുള്ള അധ്യാപകന്മാരാണ് ഇവിടെയുള്ളത്. ബേസ് നന്നായാൽ എല്ലാം നന്നായി. നമുക്കറിയാം, ഒരു ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷൻ തകർന്നു പോയാൽ ആ ബിൽഡിംഗ് തന്നെ ഇരുന്നു പോകും. ആ കുട്ടികളെ എങ്ങോട്ടാണ് തിരിച്ചു കൊണ്ടുപോകേണ്ടത് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത് ടീച്ചേഴ്സാണ്. ആ ടീച്ചേഴ്സിനെയും അഭിനന്ദിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രസ്ഥാനത്തിന് സഹകരിച്ച ഒട്ടനവധി പേരുണ്ട്. അവരെല്ലാവരെയും നന്ദിപൂർവ്വം ഓർക്കുന്നു. ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയും ബഹുമാനപ്പെട്ട മാനേജ്മെൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് കുന്നത്ത് മുഹമ്മദ് അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്കൂളിൻ്റെ മിഷനെക്കുറിച്ചും വിഷനെക്കുറിച്ചുമൊക്കെ വളരെ വ്യക്തമായി നമ്മളോട് സംവദിച്ച അബൂ ഫൈദി ഉസ്താദിന് ഒരുപാട് കൃതജ്ഞതകൾ അറിയിക്കുന്നു. സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന പ്രഗത്ഭ വ്യക്തിത്വം, തൻ്റെ തിരക്കുകൾക്കിടയിലും നമ്മുടെ സ്കൂളിൻ്റെ ഏതൊരു കാര്യത്തിനും നമ്മുടെ കൂടെ നിന്ന് നമ്മ മുന്നിൽ നയിക്കുന്ന കുന്നത്ത് മുഹമ്മദ് സാഹിബിനെ സാദരം ഉദ്ഘാടന ഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷൻ മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗവുമായിട്ടുള്ള അബൂബക്കർ ഫൈസി, അതുപോലെ തന്നെ ഈ വേദിയിൽ സ്വാഗതം ആശംസിച്ച ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ മുഹമ്മദ് ഷബീർ,
വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മൂസ ഫൈസി കുഞ്ഞിപ്പ, മൂസ ഫൈസി കുഞ്ഞിമാൻ, അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ PTA പ്രസിഡന്റ് അമീർ പാതാരി, ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റുമായിട്ടുള്ള ഷബീർ കർമൂക്കിൽ, സമീർ ഫൈസി, അതുപോലെ തന്നെ ഇണ്ണീൻകുട്ടി, മറ്റു അധ്യാപകന്മാരെ, പ്രിയപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹക്കൂന മറ്റാറ്റ സീസൺ 3 പരിപാടിയും അൻവാർ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ 30ാം വാർഷികവുമാണ് ഇവിടെ കൊണ്ടാടുന്നത്. ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ 30 വർഷം പിന്നിട്ടിട്ടുണ്ട്. 30 വർഷം മുമ്പേ ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ ഇതിൽ ചില ആളുകൾക്കൊക്കെ അറിയാം, വളരെ പ്രയാസപ്പെട്ടാണ് ഇത്തരമൊരു സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഈ വെള്ളുവനാടിൻ്റെ ആസ്ഥാനമായിട്ടുള്ള പെരിന്തൽമണ്ണ, അങ്ങാടിപ്പുറം ഭാഗത്തൊക്കെ ഒരു ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പഠിക്കണമെങ്കിൽ നമ്മൾക്കറിയാം, ഒരു പ്രസൻറ്റേഷൻ ഹൈസ്കൂൾ മാത്രമുണ്ടായിരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ പെരിന്തൽമണ്ണ മറ്റൊരു ഇംഗ്ലീഷ് മീഡിയം തുടങ്ങുന്ന സാഹചര്യത്തിലാണ് നമ്മൾക്കറിയാം, നമ്മുടെ അതാത് ആ ഒരു മാനേജ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ തന്നെ നല്ല പക്വതയോടുകൂടി നമ്മൾക്കറിയാം അതിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു ഇംഗ്ലീഷ് മീഡിയം തുടങ്ങണമെന്നുള്ളതും, അതുപോലെ തന്നെ മദ്രസ വിദ്യാഭ്യാസവും അതിനൊരു പോറലേൽക്കാതെ ഭൗതിക വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയാണ് ഈ അൻവാർ ഇംഗ്ലീഷ് മീഡിയം തുടക്കം കുറിച്ചിട്ടുള്ളത്. തുടക്കം കുറിച്ചൽ നമ്മൾക്കറിയാം വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾക്കറിയാം അൻവാറിലെ ആ കോമ്പൗണ്ടിൽ താൽക്കാലികമായി തുടങ്ങുകയും പിന്നീട് ഇതൊരു ക്യാമ്പസിലേക്ക് മാറ്റുമ്പോൾ ആ സീസണിൽ തന്നെ നല്ല വിദ്യാർത്ഥികളുള്ള എല്ലാ ഭാഗത്തു നിന്നുമുള്ള നല്ല പോലെ നടന്നു വരുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. രക്ഷിതാക്കൾക്കൊക്കെ നമ്മൾക്കറിയാം, അതുപോലെ തന്നെ എല്ലാവർക്കും ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് വിടണം, എൻ്റെ കുട്ടിയെ മാന്യമായ വിദ്യാഭ്യാസം പഠിപ്പിക്കണം എന്നുള്ളൊരു ചിന്താഗതിയുമായി മുന്നോട്ട് പോയപ്പോൾ പിന്നീട് ആ പഠനത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് തന്നെ നമ്മൾക്കറിയാം ഗവൺമെൻറ് സ്കൂളും മറ്റുള്ള സ്കൂളുകളൊക്കെ അതുപോലെ തന്നെ സൗകര്യങ്ങൾ വന്നപ്പോൾ കുറേ ആളുകൾക്ക് സാമ്പത്തിക പ്രയാസമായിക്കൊണ്ട് തന്നെ അതിൽ നിന്നിങ്ങനെ വിട്ടുപോകുന്നൊരു സാഹചര്യം നമ്മൾക്കൊക്കെ മനസ്സിലാക്കാം. മറ്റു ഇംഗ്ലീഷ് മീഡിയങ്ങൾക്കൊക്കെ പറ്റുന്ന പോലെ തന്നെ നമ്മൾക്കും അതിൻ്റെ ഒരു പ്രയാസം അനുഭവിച്ചപ്പോൾ നമ്മൾക്കറിയാം, നമ്മുടെ ഇപ്പോഴുള്ള നമ്മളെപ്പോലെ തന്നെ പ്രിൻസിപ്പളും അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫും എല്ലാം കൂടിക്കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് സൗകര്യപ്പെടുന്ന രൂപത്തിലുള്ള ഒരു ഭാവനയോട് കൂടിയുള്ള നല്ല വിദ്യാഭ്യാസവും നല്ല പഠനവും നൽകിക്കൊണ്ട് കുട്ടികളുടെ കഴിവിനെ ഉയർത്തിക്കൊണ്ടുവരുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ എല്ലാവരുടെ പിന്തുണയോടുകൂടി ഇതിനെ നല്ല രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു എന്നാണ് നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത്. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് നമ്മൾക്കറിയാം ഇവിടെ പല കുട്ടികളുടെ കഴിവിനെ വളർത്തിക്കൊണ്ട് വന്നുകൊണ്ട് തന്നെ നമ്മൾക്കത് അവരുടെ കഴിവിനെ വിദ്യാർത്ഥിയാവുമ്പോൾ അവരുടെ പഠനകാലത്ത് അവരെ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് അവൻ്റെ അധ്യാപകൻ്റെയും അതുപോലെ തന്നെ അവൻ്റെ രക്ഷിതാക്കളുടെയും ബാധ്യതയാണ്. ഇവിടെ സൂചിപ്പിച്ചപ്പോൾ തന്നെ നമ്മൾക്കറിയാം, നമ്മുടെ രക്ഷിതാക്കൾ എല്ലാ പ്രയാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഈ കുട്ടികളുടെ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത്, നമുക്കറിയാം, ഒരു രാജ്യത്തിൻ്റെ അമേരിക്കൻ്റെ പ്രസിഡൻ്റായിരുന്ന ഒബാമയോട് ഒരു പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, നിങ്ങളെ മോൻ്റെ സ്കൂളിൽ രക്ഷിതാവിനെ വിളിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ പൊയ്ക്കോളൂ എന്ന് പറയുമ്പോൾ ഒബാമ എല്ലാ പരിപാടിയും മാറ്റിവെച്ച് ആ കുട്ടിയുടെ സ്കൂളിലെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു, ഒരു രക്ഷിതാവിൻ്റെ കടമയാണ് ആ കുട്ടിയുടെ സ്കൂൾ വിളിക്കുന്ന സമയത്ത് എത്തിച്ചേരുക എന്ന് പറയുമ്പോൾ ഒരു മെസ്സേജ് നമ്മൾക്കുണ്ട്. എന്താണ് ആ മെസ്സേജ് എന്ന് ചോദിച്ചാൽ, ആ കുട്ടിയുടെ രക്ഷിതാവ് എന്നുള്ള നിലക്ക് ഏത് ഉന്നതിയിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും ആ സ്കൂളിൽ എത്തിച്ചേരുക എന്ന് പറയുമ്പോൾ അത് ഈ ലോകത്തിലുള്ള മറ്റുള്ളവർക്കൊക്കെ ഒരു മാതൃകാപരമായ കാര്യമാണ്. കൂട്ടത്തിൽ നമ്മൾക്ക് പറയാനുള്ളത്, അതേ ഒബാമ തന്നെ നമ്മൾക്കറിയാം ഭാര്യയും മക്കളെയും കൂട്ടിക്കൊണ്ട് ഒരു റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ ആ റെസ്റ്റോറൻറ്റിലെ സപ്ലയർ വന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാര്യയോട്, ഞങ്ങളെ ഓണർ നിങ്ങളെ വിളിക്കുന്നുണ്ട് എന്ന് പറയുകയും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിൻ്റെ ഓണറുമായി
കൂടുതൽ സംസാരിച്ചപ്പോൾ ഒബാമ ചോദിച്ചു, ആരായിരുന്നു അദ്ദേഹം? എൻ്റെ കൂടെയുള്ള ബോയ് ഫ്രണ്ടാണ് എന്ന് ഭാര്യ പറഞ്ഞപ്പോൾ ആ ഭാര്യയോട് അതുപോലെ തന്നെ ഒബാമ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഓണറാവാമായിരുന്നില്ലേ? അപ്പോൾ തിരിച്ച് ഭാര്യ പറഞ്ഞു, അല്ല, അദ്ദേഹമാണ് എന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹമായിരുന്നു ഈ അമേരിക്കൻ്റെ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ആ സ്ത്രീയുടെ തൻ്റെ ഇടത്തെയാണ് അത് ഓർമ്മപ്പെടുത്തുന്നത്. ആ സ്ത്രീയാണ് ഭർത്താവിനെ നമ്മൾക്കറിയാം ഇതിലേക്ക് നയിക്കണം എന്നുള്ളത് പറയുന്നത്, മക്കളെ ഇതിലേക്ക് നയിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പഠനത്തോടു കൂടെ നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത്, കുട്ടികൾക്ക് പഠനം നൽകുമ്പോൾ അതിൻ്റെ കൂടെ രക്ഷിതാക്കളും പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ പഠനത്തോടു കൂടി കുട്ടികളുടെ അതുപോലെ തന്നെ പഠന നിലവാരത്തോടു കൂടി രക്ഷിതാവിൻ്റെ പഠന നിലവാരം കൂടുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നു ഇന്ന് എല്ലാ ഭാഗത്തും പിറകോട്ട് നിന്ന മലപ്പുറം ജില്ല ഇന്ന് എല്ലാ മേഖലയിലും മുന്നോട്ട് വരുന്നു എന്നുള്ളത് കൊണ്ട്. എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ കൂടെയുള്ള രക്ഷിതാക്കളും അതിൻ്റെ കൂടെ പഠിക്കുന്നവരും വരുന്ന തലമുറയും നമ്മൾക്ക് എല്ലാ ഭാഗങ്ങളെയും നമുക്ക് പിടിച്ചടക്കാൻ സാധിക്കുന്നു എങ്കിൽ നമ്മുടെ തലമുറ മാറ്റമാണ്. ആ തലമുറ മാറ്റത്തിനു കൂടെ എല്ലാവരും സഹകരിക്കണം എന്നുള്ളതും ഈ 30ാം വാർഷികത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ തുടക്കം കുറിച്ചതായി അറിയിക്കുന്നു. ജയ് അൻവർ. രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമുള്ള ബോധങ്ങളെക്കുറിച്ചും അവരുടെ കടപ്പാടുകളെക്കുറിച്ചും നമ്മോട് വ്യക്തമായി നമുക്ക് വിവരിച്ചു തന്ന കുന്നത്ത് മുഹമ്മദ് സാഹിബ് സാറിന് കൃതജ്ഞതകൾ അറിയിക്കുന്നു. അടുത്തതായി അങ്ങാടിപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും നമ്മുടെ സ്കൂളിൻ്റെ നാനോന്മുഖ പുരോഗതിയിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന, അദ്ദേഹത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൽ ലക്ഷ്യബോധത്തോടെയും വ്യക്തമായ കാഴ്ചപ്പാടോടും കൂടെയുള്ള ഇടപെടുന്ന വ്യക്തിപ്രഭാവം, അത് ഷബീർ കറുമുക്കിൽ സാഹിബിനെ സാദരം ആശംസാ ഭാഷണത്തിനു വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ അബു ഫൈസി, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡൻറ്റും അൻവാർ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റ് പ്രതിനിധിയുമായ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത പ്രിയ സുഹൃത്ത് കുന്നത്ത് മുഹമ്മദ് അവറുകൾ, വേദിയിലും സദസ്സിലുമുള്ള മഹത് വ്യക്തിത്വങ്ങൾ, നല്ലവരായ രക്ഷിതാക്കളെ, അൻവാറിനെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലത്തായി വൻ മുന്നേറ്റമാണ് അൻവാർ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ നടത്തി വരുന്നത്. അതിന് നേതൃത്വം നൽകുന്ന പ്രിയ സുഹൃത്തും അൻവാറിൻ്റെ പ്രിൻസിപ്പളുമായിട്ടുള്ള ഷബീർ ഒറ്റപ്പാലമാണ്. അദ്ദേഹത്തെ എത്ര അഭിനന്ദിച്ചാലും മതിവരില്ല. കാരണം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് അൻവാർ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ അതിൻ്റെ SS ഉയർത്തിക്കൊണ്ടുപോകുന്ന അതിൻ്റെ മാനേജ്മെൻറ്റ് പ്രതിനിധികൾ, അതിൻ്റെ മറ്റു അധ്യാപകരെ ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് അക്കുന മത്താത്ത സീസൺ 3 പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. നെക്സ്റ്റ് നമ്മുടെ മാനേജ്മെൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് നമ്മുടെ സ്കൂളിനെ ഒരുപോലെ ദൂരെ നിന്നും അടുത്തു നിന്നും നമ്മൾ സ്കൂളിനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന മൂസ ഫൈസി ഉസ്താദിനെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹ്. ഏറ്റവും പ്രിയമുള്ള രക്ഷിതാക്കളെ, അധ്യാപകരെ, വിദ്യാർത്ഥികളെ, നാട്ടുകാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അൻവാർ ഇസ്ലാം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ 30ാം വാർഷികത്തിനോടനുബന്ധിച്ച വാർഷിക പരിപാടിയിൽ നമ്മൾ വളരെ ചാരിതാർത്ഥ്യത്തോടും അഭിമാനബോധത്തോടുമാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഈ പരിപാടിക്ക് എല്ലാവിധ മംഗളങ്ങളും
എല്ലാവർക്കും എല്ലാ അഭിനന്ദനങ്ങളും അറിയിച്ചു കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. Next, we proudly calling our PTA President, Mr. Amir Padari. Sir, please. ബഹുമാനപ്പെട്ട വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളെ, മറ്റ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളേവരും പ്രസംഗം കേൾക്കാനല്ല, നിങ്ങളുടെ കുട്ടികളുടെ പരിപാടികൾ കാണാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരാണ് എന്ന് അറിയാം. പക്ഷേ ഒരു സ്ഥാപനത്തിൻ്റെ വാർഷികാഘോഷ പരിപാടികളിൽ അതിൻ്റെ ഉദ്ഘാടന സെഷനും മറ്റുമുള്ള ഔദ്യോഗിക സംവിധാനങ്ങൾ ഉണ്ടാകുക എന്നുള്ള നിലക്ക് മാത്രമാണ് മാനേജ്മെൻറ്റ് ഇത്തരത്തിലുള്ളൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്നിവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നമുക്കേവർക്കും നമ്മുടെ ബഹുമാന്യനായ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാനായ മഹാത്മാഗാന്ധിജിയുടെ ചരമദിനമാണ്. രാജ്യത്ത് മതേതരത്വവും ജനാധിപത്യവും നിലനിർത്തുന്നതിനു വേണ്ടി തൻ്റെ സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടുത്തി നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന ഒരു മഹാനുഭാവൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ സ്മരണാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ആരംഭിച്ചിട്ടുള്ളത്. ഈ സ്ഥാപനത്തിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നു എന്നുള്ളത്, നമ്മുടെ കുട്ടികളെ ഇവിടെ ചേർത്ത് അവരോട് കൂടെ നടത്തുന്നു എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ സ്ഥാപനത്തിലെ പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഉത്തമ പൗരന്മാരായി വളരാൻ, നമ്മുടെ നാടിനും നാട്ടുകാർക്കും രക്ഷിതാക്കൾക്കും കുടുംബത്തിനുമൊക്കെ ഉത്തമ പൗരന്മാരായി വളരാൻ കഴിയാവുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് ഈ സ്ഥാപനത്തിൻ്റെ മേധാവികളിൽ നിന്നും ഉണ്ടാകുന്നത് എന്നുള്ള കാര്യത്തിൽ നമ്മളെല്ലാവരും സന്തോഷവാന്മാരാണ്. നമ്മുടെ നാടിൻ്റെ ഐശ്വര്യത്തിനും നമ്മുടെ നാടിൻ്റെ പുരോഗതിക്കും പ്രവർത്തിക്കുന്ന തരത്തിലേക്കുള്ള ഉത്തമ പൗരന്മാരായി നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കാൻ സാധ്യമാകട്ടെ. അതിന് ഈ സ്ഥാപനത്തിലെ അധ്യാപകർക്കും അതിൻ്റെ നേതൃത്വം വഹിക്കുന്നവർക്കും സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. നമ്മുടെ സ്കൂളിൻ്റെ സ്വകാര്യ അഹങ്കാരം നമ്മുടെ മദ്രസ സദർ മുഅല്ലിം ഷമീർ ഫൈസി ഉസ്താദിനെ 2 വാക്ക് ആശംസ അറിയിക്കുന്നതിന് വേണ്ടി പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. ആദരണീയരായ അധ്യക്ഷൻ, ഉദ്ഘാടകൻ പ്രിയപ്പെട്ട മുഹമ്മദ് സാഹിബ്, മൂസ ഫൈസിമാർ, അമീർ പാതാരി, നമ്മുടെ ടീം ലീഡർ ഷബീർ അലി സാർ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സഹപ്രവർത്തകരെ, അഭിമാനകരമായ 30 വർഷം നമ്മുടെ അൻവാർ ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാഭ്യാസ പ്രചരണ രംഗത്ത് പിന്നിട്ടിരിക്കുകയാണ്. 10,000-കണക്കിന് വിദ്യാർത്ഥികളാണ് അറിവിൻ്റെ ബാലപാഠം മുതൽ ഉന്നത ശിഖരങ്ങളിലെത്തി ഇന്ന് വിവിധ മേഖലകളിലായി ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവരുമായ 10,000-കണക്കിന് വിദ്യാർത്ഥികളാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട മൂലധനം. നമ്മൾ മനസ്സിലാക്കിയതുപോലെ ലോകത്ത് തന്നെ തുല്യതയില്ലാത്ത ഏറ്റവും വലിയ മദ്രസാ പ്രസ്ഥാനമായ സമസ്ത കേരള ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ UKG പഠനം മുതൽ 1-ാം ക്ലാസ് ആരംഭിച്ച് 10-ാം ക്ലാസ് പൂർത്തിയാക്കുന്ന സമയത്ത് മദ്രസയിലും 10ാം തരം പൂർത്തിയാക്കി 2 വിദ്യാഭ്യാസവും നേടി നമ്മുടെ നാടിനും സമൂഹത്തിനും ഉപകാരപ്രദമായ സന്താനങ്ങളായി മാറുന്ന വലിയ പ്രക്രിയയാണ് നമ്മുടെ സ്ഥാപനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥാപനത്തിന് അതിൻ്റേതായ പരിമിതികളുണ്ട്. ആ പരിമിതികളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായ മാനുഷിക മൂല്യങ്ങളെ അത് കൃത്യമായി നേടിയെടുത്ത് വലിയ അറിവിൻ്റെ അനാന്തമായ വിഹായസിലേക്ക് മക്കളെ കൈപിടിച്ചുയർത്തുവാനുള്ള നമ്മുടെ സ്കൂളിൻ്റെ പരിശ്രമങ്ങളിൽ നിങ്ങളുടെയൊക്കെ പൂർണ്ണമായ പിന്തുണ ഉണ്ടാകണമെന്നാണ് അറിയിക്കാനുള്ളത്. ഈ ബഹളമായ അന്തരീക്ഷത്തിൽ കൂടുതലായി സംസാരിക്കുകയല്ല,
ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ കീഴിലുള്ള 10,861 മദ്രസകളുണ്ട്. ആ 10,861 മദ്രസകളിലും നടക്കുന്ന സമസ്തയുടെ ഇസ്ലാമിക് കലാമേളയുണ്ട്. ആ ഇസ്ലാമിക് കലാമേളയിൽ മദ്രസാ തലം മുതൽ തുടങ്ങി സംസ്ഥാന തലം വരെയുള്ള മത്സരങ്ങൾ അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ മദ്രസയിലെ സ്കൂളിലെ വിദ്യാർത്ഥി മുഹമ്മദ് ഷാദിൻ എന്ന വിദ്യാർത്ഥി അൽഹംദുലില്ലാഹ് ഈ 10,000-ഓളം വരുന്ന മദ്രസകളുടെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ മദ്രസാ തലം കഴിഞ്ഞ് റേഞ്ച് തലവും മേഖലാ തലവും ജില്ലാതല മത്സരങ്ങളും കഴിഞ്ഞ് സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുത്ത് 1ാം സ്ഥാനം നേടി നമ്മുടെ സ്ഥാപനത്തിനും റേഞ്ചിനും നമ്മുടെ ജില്ലക്ക് തന്നെ അഭിമാനമായി മാറിയിട്ടുണ്ട്. 2 വിദ്യാർത്ഥികൾ ഇവിടെ ഖിറാഅത്ത് അവതരിപ്പിച്ച വിദ്യാർത്ഥി നമുക്കറിയാം ജില്ലാ തലത്തിൽ 2ാം സ്ഥാനം നേടുകയുണ്ടായി. അങ്ങനെ മേഖലാ തലത്തിലും ജില്ലാ തലത്തിലുമൊക്കെ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തോടൊപ്പം പഠനത്തോടൊപ്പം കലാരംഗത്തുകൂടെ വലിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്ന സന്തോഷം നിങ്ങളുമായിട്ട് ആത്മാർത്ഥമായിട്ട് പങ്കുവെക്കുകയാണ്. തുടർന്നും നമ്മുടെ സ്ഥാപനത്തിന് ഉന്നതമായ നേട്ടങ്ങൾ നേടേണ്ടതുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും വലിയ പിന്തുണ ആവശ്യമാണ്. നമ്മൾ ഇന്ന് മഹാനായ ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനമാണ്. രാമൻ്റെ പേരിലാണ് ഗാന്ധിജിയെ വെടിവെച്ചത്. വെടിവെക്കുന്നത് മഹാനായ ഗാന്ധിജി റാം എന്ന് ഉച്ചരിച്ചുകൊണ്ടാണ് മരിച്ചു വീഴുന്നത്. ആ മഹാനായ ഗാന്ധിജി നമ്മുടെ നാടിന് സമ്മാനിച്ച അഹിംസയിലൂന്നിയ ജനാധിപത്യവും മതേതരത്വവുമൊക്കെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മഹാനായ ഗാന്ധിജിയുടെ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ രാഷ്ട്രപിതാവിനെ ആത്മാർത്ഥമായി അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ പഴയ പൈതൃകങ്ങളെ ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളൊക്കെ രാജ്യത്തിൻ്റെ മുഖ്യധാരയിൽ സേവന മേഖലയിൽ നമ്മുടെയൊക്കെ പങ്കാളിത്തം ഉണ്ടാവണം എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഈ മഹത്തായ സംഗമത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹ്റ കൺവെൻഷൻ സെന്ററിൻ്റെ കാര്യദർശി നമ്മുടെ PTA റെപ്രസെൻറ്റേറ്റീവ് കൂടിയായ ഉണ്ണിക്കുട്ടി സാഹിബിനെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ 30ാം വാർഷികം ആഘോഷിക്കുന്ന നമ്മുടെ അനുവാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് എല്ലാവിധ എൻ്റെ പേരിലും എൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ പേരിലും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഹിംസയിലൂടെയും സത്യസന്ധതയിലൂടെയും ജീവിതം മുന്നോട്ട് നയിച്ച മതസൗഹാർദ്ദത്തിൽ ഐക്യത്തിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ രക്തസാക്ഷി ദിനം കരംചന്ദ് ഗാന്ധിയുടെയും പുത്തിരിബായിയുടെയും മകനായി 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദിൽ ജനിച്ചു. 15ാമത്തെ വയസ്സിൽ കസ്തൂർബ എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചു. 1888 നിയമ പഠനത്തിനായി ലണ്ടനിലേക്ക് പോയ ഗാന്ധിജി 1893 പഠനം പൂർത്തിയാക്കി ജോലി ചെയ്യാനായി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി. എന്നാൽ ദക്ഷിണാഫ്രിക്കയിലെ സാമൂഹിക വിവേചനങ്ങൾ അദ്ദേഹത്തെ ദുഃഖത്തിലാക്കി. 1915 തിരികെ എത്തി. ഇന്ത്യയിലെത്തിയ ബാപ്പുജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു. ബ്രിട്ടീഷ് സേനയെ സഹനത്തിന്റെ ഉൾക്കരുത്ത് കൊണ്ട് തുരത്തി ഓടിച്ച ആ കർമ്മധീരന്റെ ലക്ഷ്യമായിരുന്നു സ്വാതന്ത്ര്യം. രാജ്യത്തിന് നേടിക്കൊടുത്തിട്ടും തൃപ്തനായില്ല. രാജ്യത്ത് നിലകൊണ്ടിരുന്ന ജാതിമത വിവേചനം അദ്ദേഹത്തെ വേദനിപ്പിച്ചത്. വർഗീയ ലഹളയും ഇന്ത്യൻ വിഭജനവും അദ്ദേഹത്തെ വളരെ അധികം ദുഃഖത്തിലാക്കി. 1948 ജനുവരി 30 വൈകുന്നേരം 5 മണിക്ക് ബിർള മന്ദിരത്തിലേക്ക് പ്രാർത്ഥനായുഗത്തിൽ പങ്കെടുക്കാനായി ഗാന്ധിജി പുറപ്പെട്ടു. ജനങ്ങൾ കാത്തിരുന്ന മൈതാനത്തിൽ നടുവിലൂടെ നടന്ന് വേദിയിലേക്ക് പോകവേ ജനങ്ങൾക്കിടയിൽ നിന്നും നാഥൂറാം വിനായക് ഗോഡ്സ എന്ന മതഭ്രാന്തന്റെ തോക്കിന് മുമ്പിൽ ആ മഹാത്മാവിന്റെ ജീവൻ എന്നേക്കുമായി നിലച്ചു. നമ്മുടെ ജീവിതങ്ങളിൽ നിന്നും വെളിച്ചം മാഞ്ഞു പോയി.
രാജ്യം മുഴുവനും അന്ധകാരമാണെന്ന് ബിർള ഹൗസിന്റെ ഗേറ്റിന് മുകളിൽ കയറി നിന്ന് മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിളിച്ചു പറഞ്ഞു. ഇന്ത്യൻ ബ്രിട്ടീഷുകാരുടെ കൊള്ളരുതായ്മക്കെതിരെ പോരാടി പാവപ്പെട്ടവരുടെ കണ്ണീര് ഒപ്പാൻ പാവപ്പെട്ടവനായി ജീവിച്ച് ഒടുവിൽ രാജ്യത്തിന് വേണ്ടി ബലിയർപ്പിക്കേണ്ടി വന്ന ആ മഹാത്മാവ് ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു. ഗാന്ധിജി അടക്കമുള്ള നിരവധി മഹത്തുക്കളുടെ അനന്തരഫലമാണ് ഇന്ന് നാം ഈ അനുഭവിക്കുന്നത്. അൻവാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ 30ാം വാർഷിക 2K24 ഹകുന മട്ടാട്ട സീസൺ 3ൽ ഞങ്ങൾ ഇതാ വേദിയിൽ സമർപ്പിക്കുകയായി. വിനയം മുഖമുദ്രയാക്കി സൗമ്യമായ ഇടപെടലിലൂടെ കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തി അവസരോചിതമായി തീരുമാനം എടുക്കാനുള്ള കഴിവുറ്റ അധ്യാപകൻ പ്രിൻസിപ്പൽ ഷബീർ സാർ സാദരം വേദിയിലേക്ക് ഭരണഘടന വായിക്കാൻ സാദരം ക്ഷണിച്ചു കൊള്ളുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഈ 30ാം വാർഷികം നടക്കുന്ന ജനുവരി 30-ന് ഇന്ത്യയുടെ രാഷ്ട്രപിതാവിൻ്റെ സ്മരണ ദിവസമാണ്. രാജ്യത്തിൻ്റെ മതേതരത്വത്തിനു വേണ്ടി, സ്വാതന്ത്ര്യത്തിനു വേണ്ടി, ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി പോരാടിയ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ലോകം വിളിച്ച ഗാന്ധി വെടിയേറ്റ് വീണ ദിവസത്താണ് ജനുവരി 30. ഭരണഘടനയുടെ നഗ്നമായ ലംഘനം നടന്ന ഈ ഒരു ദിവസം നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പ്രമേയം തന്നെ ലോക സമാധാനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ്. അതുകൊണ്ട് ഭാരതീയരായ അല്ലെങ്കിൽ ഇന്ത്യക്കാരായ എല്ലാവരുടെയും കർത്തവ്യമാണ് നമ്മുടെ ഭരണഘടന നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക എന്നുള്ളത്. ഈ ഒരു അവസരത്തിൽ മുഴുവൻ രക്ഷിതാക്കളോടും നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആമുഖം ഇവിടെ വായിച്ചു തരുമ്പോൾ കൂടെ ഒരു മുദ്രാവാക്യമായി അല്ലെങ്കിൽ ഒരു വലിയ മന്ത്രമായി ഉച്ചരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ രക്ഷിതാക്കളും എണീറ്റ് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യമായ രാജ്യമാണ് ഇന്ത്യ. ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ പെറ്റമ്മയും പിറന്ന നാടും പ്രാണവായുക്കൾ മഹത്തരമെന്ന് പഠിപ്പിച്ച ഈ നാട്, അതല്ലെങ്കിൽ അസ്വാതന്ത്ര്യത്തിൻ്റെ പെരുമ്പറഘോഷം ഉയരുന്ന സമയത്ത് കയ്യും കെട്ടി നോക്കി നിൽക്കാതെ യുദ്ധമുഖത്തേക്ക് ഇറങ്ങിയ ധീരരായ രക്തസാക്ഷികളെ ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് ഇന്ന്. ഒരുപാട് രക്തസാക്ഷികൾ നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെ രക്തസാക്ഷികളുടെ പേരുകൾ നമുക്ക് എടുത്തു പറയാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഈ നാടിനെ ചേർത്ത് നിർത്താൻ വേണ്ടി ഒരുപാട് വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് തയ്യാറാക്കിയ നമ്മുടെ ഭരണഘടന അത് എന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കുക എന്നുള്ളത് ഓരോ ഭാരതീയൻ്റെയും കടമയാണ്. ഈ അവസരത്തിൽ എല്ലാവരും ചേർന്നുകൊണ്ട് ഒരേ സ്വരത്തിൽ, ഒരേ താളത്തിൽ, ഒരേ ഹൃദയതാളത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖം നമുക്ക് ചേർത്ത് വായിക്കാം. എല്ലാവരും ഉച്ചത്തിൽ, ഒരേ ശബ്ദത്തിൽ അല്ലെങ്കിൽ ഒരേ താളത്തിൽ, ഒരു മനസ്സോടുകൂടി ഇത് തുടർന്ന് വായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. The preamble of Indian Constitution. We, the people of India, having solemnly resolved to constitute
India into a sovereign, socialist, secular, democratic republic. Jai Hind. Thank you. Thanks a lot. Here again, the Anwarians is going to honor our proud teacher, the NSS Program Officer, Mr. Abdul Gaddafi. To give away the honoring, we would like to call our management representative, Mr. Kunnat Muhammad. Sir, please. And we proudly, Anwarians, our Gaddafi sir is going to honor. Please Put your hands together for them. him. Next, again our NSS coordinator, the vibrant leader, Muhammad Riyaz. Mr. Muhammad Riyaz, NSS coordinator, is going to honored here by Mr. Kunnat Muhammad. Sir, please. Dear audience, please put your hands together for him. Thank you, sir. Thank you so much. Again, the Anwarians presenting before you our twinkling star, Muhammad Shadin, who got first prize in State Musabaka 2K23 and added a golden feather in Anwar's history. To be honored, I would like to call Mr. Musa Faizi. Next on the dais, our vibrant dancer, Sia K, who got first prize in Mangada Sub-District Kalolsavam LP Folk Dance 2K23. Here we are proudly presenting her, and to give away the honoring, we would like to call our Musa Faizi, our energetic PTA member, Shabiq Harmukin sir. Thank you, sir. Thank you so much. Next on the stage, Muhammad Jazib 5B, who got top plus in Samasta public exam. Here we are calling Jazib. How are you? Yes, Jazib here. To give away the honoring, we would like to call Musa Faizi. Thank you, sir. Thank you so much. After that, Muhammad Rihan AP 7th standard, who got first in Samasta public, top plus in Samasta public exam. Muhammad Rihan. Audience, she is crying here for her mother.
ഈ കുട്ടിയുടെ ഉമ്മ ഇവിടെ എവിടെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വരിക കേട്ടോ, കുറെ നേരമായി കരയുന്നു. Muhammad Rihan, 7th B, who got topless in 7th standard Madrasa public exam. Rihan. Muhammad Rihan. Here again the Anwarians is going to honor our UP and HS coordinator Mr. Zainul Abid TK. Dear audience, please put your hands together for him. Next on stage our KG coordinator Mrs. Asha Prakash. Ma'am, please. Mrs. Asha Prakash. Asha ma'am, please. Again, we are going to honor a vibrant teacher. Yes, it's our LP coordinator Mrs. Sahina Ibrahim. Ma'am, please. After that, we proudly presenting before you the school event and JRC coordinator Mrs. Shireen Shahana. Ma'am, please. Next, we are going to honor our HSS coordinator, Mrs. Jasina ma'am. Ma'am, please. Next on the stage, Muhammad Abdul Gaddafi, the HOD of Physical Education and the Program Officer of NSS. Next, we are going to honor Mr. Arafat K. Arafat. After that, we are going to honor the pillar of moral staff, Mr. Shamir Faisi Odamala. Next, Muhammad Riyaz, NSS coordinator. Dear audience, please put your hands together for him. After that, we are going to honor the media promoter of 2K23 and 24, Zahra ma'am.
our Madrasa coordinator, Mr. Sabit Faisi. Next, our media wing head, Mr. Sainul Abid TK. Next, our HR coordinator, Mrs. Shilpa. Shilpa ma'am, please Shilpa report. ma'am. Last but not least, we are proudly going to honor the man behind everything. Really, he inspires us every day. It's our principal, Mr. Shabir Ali Ottapalam. Please put your hands together for him. Dear audience, here our principal is going to honor. Please put your hands together for him. Thank you all. Thank you so much. Next on the dais, vote of thanks. For that, I would like to call our UPHS coordinator, Mr. Sainul Abid. Sir, please. Good morning to all. Hakuna Matata സീസൺ 3യുടെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു സദസ്സിനെ, ഈ ഒരു ചടങ്ങിനെ മഹനീയമാക്കി തീർത്ത വിശിഷ്ടാതികൾ, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് പ്രതിനിധികൾ, ഏവർക്കും അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ ഒരു പരിപാടിയെ പ്രൗഢോജ്വലമാക്കി തീർക്കുന്ന എല്ലാ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും അതുപോലെ മറ്റുള്ള എല്ലാവർക്കും ഒറ്റവാക്കിൽ എൻ്റെയും ഈ സ്ഥാപനത്തിൻ്റെയും പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങ് ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. താങ്ക് യു ഓൾ. ശില്പ മാം, പ്ലീസ് കം ടു ദി സ്റ്റേജ്. Shilpa ma'am, please come to the stage. Thank you all guests for your spending your valuable time with us. പ്രിയമുള്ള രക്ഷിതാക്കളെ, നമ്മുടെ ഈ പരിപാടിയിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ സ്കൂളിൻ്റെ
മുൻ വൈസ് പ്രിൻസിപ്പൽ നിയാസ് കമാലി സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒറ്റപ്പാലം ഹോട്ടൽ ബിൽഡ പാർക്കിൻ്റെ MD റഫീഖ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് രക്ഷിതാക്കൾക്ക് വലിയ ഒരു സർപ്രൈസ് ആയിട്ടാണ് രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുള്ളത്. രണ്ടുപേരെയും വളരെ സന്തോഷത്തോടു കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരു നിറ കയ്യടിയോടുകൂടി നമ്മുടെ മുൻ വൈസ് പ്രിൻസിപ്പൽ നിയാസ് കമാലി സാർ, അദ്ദേഹം ഇപ്പോൾ ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്, അതുപോലെ തന്നെ ഒരു HR ട്രെയിനർ കൂടിയാണ്. അതുപോലെ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ അറിയാൻ പറ്റും, പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ ഹോട്ടൽ ഇൻഡസ്ട്രി ആയിട്ടുള്ള ബിൽഡ പാർക്കിൻ്റെ MD റഫീഖ് സാർ നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം നിങ്ങൾക്ക് തരാൻ പോകുന്ന സർപ്രൈസ് എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും വലിയ സ്റ്റാർ ഹോട്ടലിലെ പദവിയിലുള്ള ഏറ്റവും വലിയൊരു ഹോട്ടലാണ് ബിൽഡ പാർക്കിൻ എന്ന് പറയുന്ന ഹോട്ടൽ. നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനാണല്ലോ ഒറ്റപ്പാലം. അവിടെ വരുന്ന ഫിലിം സ്റ്റാർസൊക്കെ ചൂസ് ചെയ്യുന്ന ഒരു ഹോട്ടലാണ് ബിൽഡ പാർക്ക് എന്ന് പറയുന്നത്. റീസെൻ്റ്ലി നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയും അതുപോലെ തന്നെ ലഫ്റ്റനൻറ്റ് കേണൽ മോഹൻലാൽ, അതുപോലെ ഇനി വരാൻ പോകുന്നത് ബോളിവുഡിലുള്ള ഷാറുഖ് ഖാൻ, അതുപോലെ അമിതാഭ് ബച്ചൻ പോലെയുള്ള ആളുകൾ താമസിക്കുന്ന ഒരു ഹോട്ടലിലെ MD ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് നിങ്ങളോട് പറയാനുള്ള കാര്യം, അദ്ദേഹം നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഇവിടെ പറയും. ആ ഫോൺ നമ്പർ എല്ലാവരും സേവ് ചെയ്ത് വെക്കുക. വലിയൊരു സർപ്രൈസാണ് അതുവഴി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ. റെഡിയല്ലേ? രക്ഷിതാക്കൾ മാത്രം വലിയൊരു ഗിഫ്റ്റാണ്, അല്ലെ വലിയൊരു ലക്കി ഡ്രോണ് നടക്കാൻ പോകുന്നത്. വലിയൊരു സർപ്രൈസാണ്. അപ്പോൾ എല്ലാവരും മൊബൈലെടുത്ത് റെഡിയായി നിൽക്കുക. സന്തോഷത്തോടു കൂടി നിയാസ് സാറേയും റഫീഖ് സാറേയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നല്ലൊരു കൈയടി കൊടുക്കുക കേട്ടോ. നിയാസ് സാർ ആൻഡ് റഫീഖ് സാർ. No, Riyaz sir and Rafiq sir on the stage. നമ്മുടെ സ്കൂളിൻ്റെ ആദരസൂചകമായി അവർക്കുള്ള പുസ്തകം സമ്മാനിക്കുകയാണ്. The Anwar School honoring them. മഹാത്മാഗാന്ധിയുടെ ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത് എന്ന പുസ്തകം നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട നിയാസ് സാറേയും അതുപോലെ തന്നെ റഫീഖ് സാറേയും നമുക്ക് സ്വാഗതം ചെയ്യാം. ഇനി പറയുന്ന മൊബൈൽ നമ്പർ എല്ലാവരും ഒന്ന് സേവ് ചെയ്യുക. രക്ഷിതാക്കൾ റെഡിയല്ലേ? റെഡിയാണോ? പേരൻസ് ആർ യു റെഡി? ഇത് ചെറിയ കാര്യമല്ല കേട്ടോ, വലിയൊരു സർപ്രൈസാണ് നിങ്ങളെ തേടിയിരിക്കുന്നത്. ഈ നമ്പർ സേവ് ചെയ്യാം. 9744787859. I repeat, 9744787859. ഹോട്ടൽ ബിൽഡ, BUILDA, ബിൽഡ എന്ന് സേവ് ചെയ്യാം കേട്ടോ. റെഡിയല്ലേ? ഓക്കെ. ഇനി ആ നമ്പറിലേക്ക് നിങ്ങളെ കുട്ടികളെ, ഇവിടെ പഠിക്കുന്ന കുട്ടിയുടെ രണ്ട് കുട്ടികളോ 3 കുട്ടികളൊക്കെ ഉള്ളവരുണ്ടായിരിക്കും. ഒരു കുട്ടിയുടെ പേരും അതുപോലെ നിങ്ങളുടെ പേരും സ്ഥലവും, 3 കാര്യങ്ങൾ പറയട്ടെ. പെട്ടെന്ന് വാട്സപ്പ് ചെയ്യുക. കുട്ടിയുടെ പേര്, രക്ഷിതാവിൻ്റെ പേര്, സ്ഥലം. ആ നമ്പറിലേക്ക് പെട്ടെന്ന് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ. വലിയൊരു അവസരം നിങ്ങളെ കാത്തിരിക്കുന്നു. പെട്ടെന്ന് ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. വിദ്യാർത്ഥിയുടെ പേര്, just type the name of the student and the name of the parent as well as your place. പെട്ടെന്ന് വാട്സപ്പിൽ ഷെയർ ചെയ്യാം. seconds അതർ 30 സെക്കൻഡ് സമയത്തിനുള്ളിൽ പെട്ടെന്ന് ഷെയർ ചെയ്യാട്ടോ.
ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് കേട്ടോ, ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. നമ്മൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി 20 സെക്കൻഡ്സ്. കിട്ടാത്തവർ പെട്ടെന്ന് മെസ്സേജ് ചെയ്യാട്ടോ. ഓൺലി 20 സെക്കൻഡ്സ്. 15 സെക്കൻഡ്സ്. 15 സെക്കൻഡുകൾ. 10 സെക്കൻഡ് കേട്ടോ. പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക. 10 സെക്കൻഡുകൾ മാത്രം ബാക്കി. അഞ്ച് സെക്കൻഡ്. യെസ്, സമയം അവസാനിച്ചിരിക്കുന്നു. ഈ മെസ്സേജിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക്, ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ ഫാദർ, മദർ, 2 ചിൽഡ്രൻ, അതായത് അച്ഛനും അമ്മ അല്ലെങ്കിൽ ഉപ്പ ഉമ്മ 2 മക്കൾക്ക് പാലക്കാട് ജില്ലയിൽ തന്നെ നമ്പർ 1 ഹോട്ടലായ ബിൽഡയിൽ അവിടുത്തെ ആതിഥേയത്വം സ്വീകരിച്ചുകൊണ്ട് അവരുടെ റോയൽ ഹോസ്പിറ്റാലിറ്റി എക്സ്പീരിയൻസ് ചെയ്യാൻ തികച്ചും സൗജന്യമായി. ആർ യു റെഡി? വളരെ ഫ്രീ ആയി അവിടെ റോയൽ ഫുഡും അതുപോലെ തന്നെ അവിടുത്തെ റോയലായിട്ടുള്ള ഒരു ഹോസ്പിറ്റാലിറ്റി നിങ്ങൾക്ക് നമ്മുടെ ഈ മലപ്പുറം ജില്ലയിലുള്ള ആളുകൾക്ക് ഒറ്റപ്പാലത്ത് റഫീഖ് സാറ് തന്നിട്ടുള്ളത്. ഫിലിം സ്റ്റാറുകളൊക്കെ താമസിക്കുന്ന അത്രയും മനോഹരമായ റോയൽ ലക്ഷറിയാണ് നമുക്ക് ഈ ഹക്കുണ മട്ടാട്ട സീസൺ 3 അതിൻ്റെ ഭാഗമായി നമ്മുടെ 30ാം വാർഷികത്തിൽ ഓഫർ തന്നിട്ടുള്ളത്. ആ നമ്പർ ആരാണെന്ന് നമുക്ക് നോക്കാം. സർ പ്ലീസ്. ഇപ്പോഴും മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 248 മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ. 248 പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സാറ് തന്നെ അതിൽ സെലക്ട് ചെയ്യും. കണ്ണടച്ച് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക. അതോടെ കണ്ണടച്ചിട്ട് മുകളിലേക്ക് സ്ക്രോൾ ചെയ്തോളൂ. ഓപ്പൺ ആയിരിക്കുന്നു. ആരാണ്? ഇതാ ഇപ്പോഴും മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്പർ വായിക്കാം. നമ്പർ 7559047570. ആരുടെ നമ്പർ ജസ്റ്റ് ഒന്ന് കൈപോക്കുക. 7559047570. ആരാണ്? സൽമാൻ. സൽമാൻ എവിടെയാ? സൽമാൻ സഫിയ. സഫിയുടെ മദർ സൽമാൻ. ആരാണ് ഭാഗ്യശാലി? നിറ കയ്യടിയോട് കൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ ഹോട്ടൽ ഇൻഡസ്ട്രിയായ ബിൽഡയുടെ താമസിക്കാനും അവിടുത്തെ റോയൽ സ്റ്റേ എക്സ്പീരിയൻസ് ചെയ്യാനും ലഭിച്ച ഭാഗ്യവതി ആരാണെന്ന് കാണാം. ഒന്ന് മുന്നോട്ട് വരിക കേട്ടോ. കം ഫോർവേഡ്, പ്ലീസ് കം ഫോർവേഡ്. നല്ലൊരു കയ്യടി കൊടുക്കുക. എവിടെ ആളെവിടെ? കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾ ജസീന മാമുമായി കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നെക്സ്റ്റ് നമ്മോട് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ, പഴയ വൈസ് പ്രിൻസിപ്പൽ നിയാസ് സാറ് ക്ഷണിക്കുകയാണ്. ഗുഡ് മോർണിംഗ്. സുദീർഘമായൊരു പ്രസംഗത്തിനുള്ള സമയം വേദിയല്ല എന്ന് നിങ്ങളുടെ മുഖങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരിക്കൽ കൂടി ഇവിടെ വരാനും നിങ്ങളെയൊക്കെ കാണാനും കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. അൻവാർ എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം, കേവലം ഒരു വിദ്യാഭ്യാസ സംവിധാനം അധ്യാപകരെ കൊണ്ടോ വിദ്യാർത്ഥികളെ കൊണ്ടോ അത് പൂർണ്ണമാകുന്നില്ല. രക്ഷിതാക്കളായിട്ടുള്ള നിങ്ങളുടെയും അകമഴിഞ്ഞ പിന്തുണയും പ്രോത്സാഹനം കൊണ്ട് മാത്രമാണ് ഈ അൻവാർ എന്ന് പറയുന്ന അതിമഹത്തായ ഒരു പ്രസ്ഥാനം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നത്.
അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു പ്രിൻസിപ്പൾ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകാൻ പ്രാപ്തരായിട്ടുള്ള ഒരു അധ്യാപക വൃന്ദത്തെയും നിങ്ങളുടെ മക്കൾക്ക് കിട്ടി എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ഭാഗ്യം. എന്തായാലും എല്ലാ ആളുകൾക്കും ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഓൾ. വിന്നർ ഒന്ന് സ്റ്റേജിലേക്ക് വരിക കേട്ടോ. വിന്നർ പ്ലീസ് കം ടു ദ സ്റ്റേജ്. നല്ലൊരു കയ്യടി. വലിയൊരു പ്ലീസ് കം ഫോർവേഡ്. ഇനി നമ്മോട് സംസാരിക്കാൻ ബിൽഡ പാർക്കിൻ്റെ മാനേജിംഗ് ഡയറക്ടർ റഫീഖ് സാറെ ക്ഷണിക്കുകയാണ്. ഗുഡ് മോർണിംഗ്. എല്ലാവരും ബിൽഡ പാർക്കിലും വരിക. ഈ ഇത് കിട്ടിയ അവർക്ക് ആതിഥ്യത്വം സ്വീകരിച്ച് ബിൽഡ പാർക്കിലേക്ക് വരിക. എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു സാർ, താങ്ക് യു. ഏത് ദിവസം അവരുദ്ദേശിക്കുന്ന ഏത് ദിവസവും ഏത് സമയത്തും ഒരു ദിവസം മുൻകൂട്ടി അറിയിച്ച് അവിടേക്ക് പോകാവുന്നതാണ്. 4 പേർക്കാണ് അവസരം കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിന് പുറമെ നമ്മുടെ ഇമേജ് മൊബൈൽസ്, നമ്മളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഇമേജ് മൊബൈൽസിൻ്റെ വലിയ ലക്കി ഡ്രോ, ഓൺ ദ സ്പോട്ട് ഗിഫ്റ്റുള്ള ലക്കി ഡ്രോ നടക്കുന്നുണ്ട്. എല്ലാവരും പങ്കെടുക്കുക. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. താങ്ക് യു, താങ്ക് യു. We are going to start again our cultural program. Now, on the stage, Opena, KG1. KG1A. Fatima Shiza and team. The participants: Fatima Shiza, Izayu, Fatima Nasmin, Naula Fatima, Amina Hamda Surfa, Fatima Zia, Amia Zamba, Sanbak, Aisha Mehris, Mehza Fawin, Isa Mehbin, Ifsa P, Mehrin Okay, Tamima, Riza Marwa, Haimi, and Fatima Harin, Fatima Nazmia, Nisma Sherin. Khadija Farhana. Dear audience, again our little stars. Dear audience, our twinkling stars are ready to make a wonderful performance here. Are you ready? हंसते हंसते जिंदगी सवार, खुश रहना हमेशा बस यही चाहते हैं हम। हंसते हंसते जिंदगी सवार, खुश रहना हमेशा बस यही चाहते हैं हम।
അജഗപ്പുമാരനെ കാണാൻ നെഞ്ചുലഞ്ഞു നിന്നു നീ. കള്ളനവനൊന്നു വന്നാലോ തണ്ടൊടിഞ്ഞ താമര. താനേ പൂച്ചൊരിയും ചെമ്പകപ്പും തോപ്പിനുള്ളിൽ രാവിൽ വന്നണയും തനിമതി പാലൊളി നീ. ഓ നാളെ നിന്നറയിൽ കുളിർക്കാറ്റോടി വരും, കൂടെ പൂങ്കുയിലിൻ ഈണം തേടി വരും. മറിമാനീളമാനെ മണിമുത്തേ വരും പൊന്നേ തേനേ മാണിക്ക കണ്ണാളെ റംഗിൻ താമര പൂന്തേനേ. തടുത്തു നോക്കാതെ നിന്റെ പൂമിഴി പൂട്ടാതെ. പുത്തനിലഞ്ഞിക്ക് പൂവിരിഞ്ഞേ, മുറ്റത്തെ മുല്ലയ്ക്കും പൂ നിറഞ്ഞേ. ഇന്നീ പെണ്ണിൻ കല്യാണമല്ലേ, മുഞ്ചത്തി മാണിക്ക കണ്ണാളെ റംഗിൻ താമര പൂന്തേനേ. താഴത്തു നോക്കാതെ നിന്റെ പൂമിഴി പൂട്ടാതെ. ഏഴുനില പന്തലിനുള്ളിൽ കിഴമന ചെല്ലു നീ. കൽവിലുള്ള കറുക നൽകാനായി നിന്നരികിൽ വന്നൊരാൾ. പീലിക്കാർ മുടിയിൽ കസവണി മക്കനയോ, ഏറും പൊതികളോ കളിച്ചിരി കിളിയോ. നാളെ നിന്നരികിൽ കനവിൻ തോണി വരും, ഓരോ കുമ്പിടിലും ഏറെ തെന്നിറയും. മറിമാനീളമാനെ മണിമുത്തേ വരും പൊന്നേ തേനേ മാണിക്ക കണ്ണാളെ റംഗിൻ താമര പൂന്തേനേ. തടുത്തു നോക്കാതെ നിന്റെ പൂമിഴി പൂട്ടാതെ. പുത്തനിലഞ്ഞിക്ക് പൂവിരിഞ്ഞേ, മുറ്റത്തെ മുല്ലയ്ക്കും പൂ നിറഞ്ഞേ. ഇന്നീ പെണ്ണിൻ കല്യാണമല്ലേ, മുഞ്ചത്തി മാണിക്ക കണ്ണാളെ റംഗിൻ താമര പൂന്തേനേ. താഴത്ത് നോക്കാതെ നിന്റെ പൂമിഴി പൂട്ടാതെ. Very wonderful and amazing performance by our KGA. Next, KG1D Boys Group Dance participants Adam Muhammad, Ahsan Ahmad, Ahian Zami, Avin Shah, Ayman Shah, Hashir, Muhammad Faizan, Muhammad Nebahan, Muhammad Rizwin, Muhammad Shahaz, Muhammad Shamwil, Muhammad Shayan, Muhammad Zayan, Nuh Razin Umar and Zayan Shafi.
का है अपना मजा, आ यार मस्ती में तू झूम जा। ओ इस रात का है अपना मजा, आ यार मस्ती में तू झूम जा। बैठा है क्या सीटी बजा, लुंगी पकड़ के जरा घूम जा। ये डांस तेरा देख देख झटके लगे तेज तेज, दिल सबका धक धक करे। रेंट लगा रे, मैं नाचा तो सबको करंट लगा रे। रेंट लगा रे, मैं नाचा तो सबको करंट लगा रे। ठुमका मेरा एक्सीलेंट लगा रे, मैं नाचा तो सबको करंट लगा रे। அப்படி பொருள மச்சி கைய ஆட்டி கண்ண சிமிட்டி வீட்டுல நீ கூத்து ஆடு. உலக நிக்குது நான் சுத்துறேன் கப்பல கரையில ஒன்றரை கரண்ட் பரண்ட் இந்த பாடி கண்ட்ரோல் போச்சு ஆடி ஆடி. So beautiful and amazing one. Next on the stage. KG2A Boys Hindi Fusion Dance participants Ahmad Rifai, Ahil K, Ahian Ahmad, Alan Uwais, Mohis, Aydin Aziz, Iza Ahmad, Muhammad Mustafa, Muhammad Rizin, Muhammad Zayan, Muhammad Irfan, Muhammad Miqdad, Muhammad Shazil, Muhammad Nishal C. जैसे है नाचती नागिन आगे पीछे तेरे घूमू जैसे फूल पे करती मक्खी बिना बिन। जरा तू हाथ उठा के कमरिया गोल घुमा के आजा बेबी फ्लोर पे, दिल वाले से तू दिल लगा के। जश्नबाजी की शाम है, जश्नबाजी की शाम है, क्रिकेट ताल पे ठुमके लगाए जालिमा। जान ले वहाँ तेरी अदा, जान ले वहाँ तेरी अदा, दिल वाले पिया का दिल चुराए जालिमा। तेरी शैतानियों से महफिल रंगीन हुई, तू दीवाना हुआ मैं भी शौकीन हुई। दुनिया जलती है तो जले, दुनिया जलती है तो जले, रात भर जालिमा के संग नचे सालमा। जिंदगी है एक लतीफा, दिल वालों का दिल खलीफा, मारे मौके पे चौका ये तफरी करे।
Thank you. A big thank you to all. Yes. Dear Anwarians, how are you? വളരെ കൺജസ്റ്റഡ് ആണെന്നറിയാം, എന്നാലും നമ്മുടെ സ്കൂളിൻ്റെ ഒരു പ്രോഗ്രാം നടത്താൻ നമുക്ക് ഈ പരിസരത്ത് ഒരു ഓഡിറ്റോറിയം ഇല്ല എന്ന് നമുക്ക് തെളിയിക്കേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, നമ്മളുമായി പരിപൂർണമായി സഹകരിക്കുന്ന പാരൻസിന് ഒരുപാട് നന്ദി. നൗ വി ആർ ഗോയിങ് ടു introduce a great singer and the proud of Palakkad. Yes, ലോഹം, തത്സമയം പെൺകുട്ടി എന്നീ ഫിലിമുകളിലൂടെ നമ്മുടെ മലയാളികളുടെ ഹൃദയം കീഴടക്കിയ ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം. നമുക്കെല്ലാവർക്കും വളരെ അതിമനോഹരമായ ഗാനങ്ങൾ സമ്മാനിക്കാൻ നമ്മുടെ മുന്നിലെത്തുന്നു സിയാദ് ഒറ്റപ്പാലം. സിയാദ് ഒറ്റപ്പാലം, are you ready Anwarians? അദ്ദേഹം for a rocking performance. ഐഡിയ സ്റ്റാർ സിംഗറുടെ പ്ലേബാക്ക് സിംഗറാണ്. അതുപോലെ തന്നെ നിരവധി വേദികളിലും മറ്റു സിനിമകളിലുമൊക്കെ അനേകം പാട്ടുകൾ ഈ സമുദായത്തിന് സമ്മാനിച്ച ഒരു മഹൽ വ്യക്തിയാണ്. അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു. നമ്മുടെ മലയാളികളുടെ അഭിമാനം സിയാദ് ഒറ്റപ്പാലം is with you. Are you ready Anwarians? Is now on the stage Hakuna Matata season 3 at Anwar. എല്ലാവർക്കും സുഖല്ലേ? Yes, once again here we are going to honor our guest of honor Mr. Siyad by giving a book. ആദ്യം തന്നെ ഇവിടെ വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുന്നു. അത് പ്രത്യേകിച്ച് 30 വർഷങ്ങൾ പിന്നിടുന്ന അൻവാർ സ്കൂളിന് എൻ്റെ എല്ലാവിധ ആശംസകളും, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ അധ്യാപകർക്കും, അതിൻ്റെ പിന്നിലുള്ള മാനേജ്മെൻറ്റ്, അധ്യാപകർ എല്ലാവർക്കും എൻ്റെ ആശംസകൾ. അപ്പോൾ നമുക്കിന്ന് പാടാം. റെഡിയാണോ? റെഡി അല്ല എന്നാണ് തോന്നുന്നു. റെഡി ആണെങ്കിൽ ഒരു കൈയടിക്കാം. ശരി. Layana KV 70A, please report stage. Layana KV 70A, please report stage. ഇപ്പോൾ പാടാൻ പോകുന്ന പാട്ട് ഇപ്പോൾ റീസെൻ്റായിട്ട് റിലീസായ ഒരു പടത്തിലുള്ള പാട്ടാണ്. അപ്പോൾ നിങ്ങളൊക്കെ കൂടെ പാടുക? റെഡിയല്ലേ?
കൈയടിച്ചൂടെ? നീല നിലവേ നിലവിനഴകെ താരമണികെ വിരിയും ചിരിയെ പാറി ഉയരാ ചിറകിലലയാ തോന്നലുണരും മനസ്സിൽ വെറുതെ താനെ മാറിയ ലോകവും നിന്റെ ഓർമ്മയാലേ നൂറു പൊൻകിനാവിന്നിതാ മിന്നി എന്നിലാകെ നീ തൂവൽ പോലെ കാറ്റിൽ വന്ന് നെഞ്ചിൽ തൊട്ടില്ലേ ജീവനേ. അടുത്ത പാടുവോ? പാടുവോ? വൺ ടു ത്രീ ഫോർ. നീല നിലവേ നിലവിനഴകെ താരമരികെ വിരിയും ചിരിയെ പാറി ഉയരാ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ. രാവ് പുലരാൻ കാത്തു കഴിയും നിന്നെ ഒന്ന് കാണാനായി ദൂരകിരുളിൽ മഞ്ഞു കനവിൽ എന്നെ തേടിയില്ലേ നീ. നിന്നോരോ വാക്കിലും നീളും നോക്കിലും പൂന്തേ തുള്ളികൾ നിറയെ പൊഴിയെ എന്തേ ഇങ്ങനെ മായാജാലമോ എന്നെ നിഴലായും നീയില്ല എന്നാളും. നീല നിലവേ നിലവിനഴകെ താരമരികെ ചിരിയും ചിരിയെ പാറി ഉയരാ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ. താങ്ക് യു. അടുത്ത കുറച്ചുകൂടെ സ്പീഡായിട്ട് പാടിയല്ലോ അതിലും. ഇവിടുത്തെ മെയിൻ ഡാൻസേഴ്സ് ആരാ? ഇവിടുത്തെ ഈ സ്കൂളിലെ ഫേമസ് ഡാൻസർ ആരാ? ആരുമില്ല? ശരി, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഡാൻസ് കളിക്കാം. ഓക്കെ, ഗദ്ദാഫി സ്റ്റുഡൻ്റ് ആണോ? അല്ല സാർ. സാർ ഗദ്ദാഫി സാർ അവിടെ? സാർ സാർ നല്ല ഡാൻസറാണെന്നാണ് പറയുന്നത് സാർ എല്ലാവരും. സാർ ഗദ്ദാഫി സാർ സ്റ്റേജിലേക്ക് വന്നാൽ നമുക്ക്. റിയ സാറോ? റിയ സാറിന് എല്ലാവരും ഒരു കൈയടി. സേഫ്. ഇത് എല്ലാ സാറുമാരും ഓരോ പേര് പറയാൻ. ശരി, അപ്പം നമുക്ക് എല്ലാവർക്കും ഡാൻസ് കളിക്കാം. റെഡി? सलाम सलाम मोहम्मद सलाम सलाम या अल्लाह या अल्लाह या अल्लाह या अल्लाह या
ഡാൻസേഴ്സ് എവിടെ? പതിനാലാം രാവിന്റെ പിറ പോലെ വന്നല്ലോ, പണിനീരിൻ കണവത്ത് കുടമുല്ല പൂത്തല്ലോ, മണിമുത്തും പൊന്നിന്റെ ഉടവാളും ഉണ്ടല്ലോ, കരുപൂവിൽ നിന്നല്ലോ സുൽത്താനും വന്നല്ലോ, മുല്ലപ്പൂവിൻ ചേലോത്ത വെള്ള പന്നി കുപ്പായം, അവള്ളി ചെല്ല കിണ്ണത്തിൽ മിന്നും പൊന്നിൻ നാണ്യങ്ങൾ. പോലെ വന്നല്ലോ, പനിനീരിൻ കണവത്ത് കുടമുല്ല പൂത്തല്ലോ, മണിമുത്തും പൊന്നിന്റെ ഉടവാളും ഉണ്ടല്ലോ, കരുപൂവിൽ നിന്നല്ലോ സുൽത്താനും വന്നല്ലോ, മുല്ലപ്പൂവിൻ ചേലോത്ത വെള്ള പന്നി കുപ്പായം, അവള്ളി ചെല്ല കിണ്ണത്തിൽ മിന്നും പൊന്നിൻ നാട്യങ്ങൾ. താരകളെ താരകളെ ആരാട്ട് തൊട്ടിൽ വീരിച്ചായോ താരകളെ. പതിനാലാം രാവിന്റെ പിറ പോലെ വന്നല്ലോ, പനിനീരിൻ കണവത്ത് കുടമുല്ല പൂത്തല്ലോ, മണിമുത്തും പൊന്നിന്റെ ഉടവാളും ഉണ്ടല്ലോ, മരുഭൂവിൽ നിന്നല്ലോ സുൽത്താനും വന്നല്ലോ, മുല്ലപ്പൂവിൻ ചേലോത്ത വെള്ള പന്നി കുപ്പായം, അവള്ളി ചെല്ല കിണ്ണത്തിൽ മിന്നും പൊന്നിൻ നാണ്യങ്ങൾ.
ഒരു ഡാൻസർ ചോദിച്ചിട്ട് ഒരു 1000 ഡാൻസർ തന്നെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും ഈ ഡാൻസേഴ്സിന് എല്ലാവരും ഒരു കൈയടി. സോ ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരുടെ പോയിരുന്നോ? പോയിരുന്നു. പിക്കാം. ഇത് നമുക്ക് വീണ്ടും റിലാക്സ്ഡ് ആയിട്ട് കേൾക്കുന്ന ഒരു പാട്ട് കേൾക്കാം. Dear students, your attention please. Minsha and Sana, please report stage. Minsha and Sana and karate performers, please report in front. Please report stage and voice. Wushu team, please report. Wushu team, please report. तू ही तो जन्नत मेरी, तू ही मेरा जुनून, तू ही तो मन्नत मेरी, तू ही रूह का सुकून, तू ही आँखों की ठंडक, तू ही दिल की है दस्तक और कुछ ना